ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. ഈ സീസണിൽ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് ടീമുകളുടെയും ഈ സീസൺ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് 6 മത്സരങ്ങളിൽ നിന്ന് 4 ജയങ്ങളുമായി 3-ാം സ്ഥാനത്താണ്. ഡൽഹി ക്യാപിറ്റൽസ് ആവട്ടെ 6 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങളുമായി 1-ാം സ്ഥാനത്ത്. ഇതുവരെ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഒരു മത്സരം മാത്രമാണ് അവർ തോറ്റത്. കഴിഞ്ഞ മത്സരം അവർ തോൽക്കേണ്ടതായിരുന്നു. എന്നാൽ മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു മികച്ച സ്പെല്ലോടുകൂടി അവർ മത്സരം തിരികെ പിടിക്കുകയും സൂപ്പർ ഓവറിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഹോം സൈഡിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ സൈഡിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷ അവർക്ക് കൊടുക്കത്തില്ല. ഈ സീസണിന്റെ തുടക്കത്തിൽ പല എക്സ്പേർട്ട് റിവ്യൂകളിലും അവർക്ക് മികച്ചൊരു സ്ഥാനം ആരും പറഞ്ഞിരുന്നില്ല. പക്ഷെ നമ്മളുടെ ടീം റിവ്യൂ വീഡിയോയിൽ നമ്മൾ GTക്ക് ഒരു ടോപ്പ് 4 പ്ലേസിനുള്ള ഒരു ഹൈ ചാൻസ് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GT അങ്ങനെ ഒരു ടീമാണ്. സീസണിന് മുമ്പ് നോക്കുമ്പോൾ GTയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മിഡിൽ ഓർഡർ വീക്ക് ആണെന്ന് തോന്നാം, അതുപോലെ ബാക്കിയുള്ള ടീമിലുള്ളതുപോലുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നൊക്കെ തോന്നാം. പക്ഷെ ആ ഒരു ഓട്സിനെ എല്ലാം അവർ മറികടന്നിട്ട് അവരുടെ പ്ലേയേഴ്സിൽ നിന്ന് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് എങ്ങനെ എടുക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്കോറിങ്ങിന്റെ ഒരു സിംഹഭാഗവും ചെയ്തിരിക്കുന്നത് അവരുടെ ടോപ്പ് 3 തന്നെയാണ്. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ. ഇതിൽ ഗില്ല് തൻ്റെ ഒരു ഫുൾ ഫ്ലോയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ സായി സുദർശന്റെ ഒരു ബ്രില്യൻ കൺസിസ്റ്റൻസിയും ജോസ് ബട്ട്ലറിന്റെ കോൺട്രിബ്യൂഷൻസൂടെ ഒക്കെ ആകുമ്പോൾ ശുഭ്മാൻ ഗിൽ ഫുൾ ഫ്ലോയിൽ അല്ല എന്നുള്ള സത്യം നമ്മൾ അറിയുന്നില്ല എന്നതാണ് കാര്യം. അത്രയും മികച്ച രീതിയിൽ അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ മിഡിൽ ഓർഡർ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെന്ന് പറഞ്ഞാലും ഈ ഒരു ടോപ്പ് 3 ഈ ഒരു വീക്ക് എന്ന് പറയപ്പെടുന്ന മിഡിൽ ഓർഡറിനെ എക്സ്പോസ് ചെയ്യിക്കുന്നില്ല എന്നതാണ് സത്യം. അതായത് ഈ 3 പേരും കൂടി തുടക്കത്തിൽ ഔട്ടായി പോയ മാച്ചുകളില്ല. ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പരിധിവരെ നിൽക്കും. മിക്കവാറും മത്സരങ്ങളിൽ അത് സുദർശനായിരിക്കും, അല്ലെങ്കിൽ ബട്ട്ലറോ ഗില്ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു മിഡിൽ ഓർഡർ അങ്ങനെ ഫുള്ളി എക്സ്പോസ്ഡ് ആയിട്ടില്ല. ഇനി ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ GTയുടെ ബാറ്റിങ്ങിനേക്കാൾ എനിക്കിഷ്ടം ബോളിംഗ് ആണ്. സിറാജ് ബ്രില്യൻ ഫോമിലാണ്. ചിന്നസ്വാമിയിലേക്ക് സിറാജിന്റെ പെർഫോമൻസ് കണ്ടതാണ്. പ്രസിദ്ധ് കൃഷ്ണ എക്സലന്റ് ആയിട്ട് ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്യുന്നു, വിക്കറ്റ് എടുക്കുന്നുണ്ട്. റഷീദ് ഖാൻ അത്ര തന്റെ ഒരു ഫുൾ ഫ്ലോയിലല്ല. റഷീദ് ഖാൻ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഡീസന്റ് ആയിട്ട് ബോൾ ചെയ്തുവെങ്കിലും ഇൻ ടോട്ടൽ റഷീദ് ഖാൻ തന്റെ ഒരു പ്രൈം ഫോമിലല്ല. പക്ഷെ അത് അവർ മറികടക്കാൻ കാരണം സായി കിഷോറിന്റെ ബ്രില്യൻ പെർഫോമൻസ് ആണ്. സായി കിഷോർ കഴിഞ്ഞ മത്സരത്തിൽ നിക്കോളാസ് പുറാൻ മാത്രമാണ് സായി കിഷോറിനെ അറ്റാക്ക് ചെയ്തത്. അത് ആ ഒരു മത്സരം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ മത്സരങ്ങളിലും എക്സലന്റ് ആയിട്ടാണ് സായി കിഷോർ ബോൾ ചെയ്യുന്നത്. അതുപോലെ ഇപ്പം കാഗിസറാബാദ് പേഴ്സണൽ റീസൺസ് കാരണം പോയിട്ട് തിരികെ മടങ്ങി വന്നിട്ടില്ല. പകരം വന്ന അർഷദ് ഖാൻ ആയാലും നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുൽവന്ത് ഹിജ്റോളിയ ഒരു മത്സരം കളിച്ചപ്പോൾ നന്നായിട്ട് എറിഞ്ഞു. അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ വരുമ്പോൾ സുന്ദർ ബാറ്റ് കൊണ്ടായാലും ആ ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല വീഡിയോകളിലും വിശേഷിപ്പിക്കുന്ന പോലെ ഒരു വെൽ ഓൾഡ് മെഷീനായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ മത്സരം നിക്കോളാസ് പുറാന്റെ ഒരു ബ്ലിറ്റ്സിന്റെ മുകളിൽ പരാജയപ്പെട്ടു. അപ്പോൾ ആ ഒരു പുറാന്റെ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ആ മത്സരം ഒരുപക്ഷെ GT ജയിച്ചേനെ. ഇൻ ടോട്ടൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലൈയിങ് യൂണിറ്റ് ആണ്. ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്ന് 4 ജയിച്ചു. 5ാമത്തെ മത്സരം ജയിക്കേണ്ടതായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ടെറിഫിക് ആയിട്ട് ആ മത്സരം തിരികെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മത്സരം കുറച്ചൊന്നും അവരെ ടെസ്റ്റ് ചെയ്തു. അതായത് രാജസ്ഥാൻ റോയൽസ് വിജയിക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ മിച്ചൽ സ്റ്റാർക്ക് അവസാന 12 ബോളുകൾ 11 യോർക്കർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റാർക്ക് അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും പിന്നീട് സൂപ്പർ ഓവറിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ മഗ്ഗർക്കാണ് ഇപ്പോൾ ഒരു വീക്ക് ലിങ്ക് ആയിട്ടുള്ളത്. ഫോം ഔട്ട് ആയിട്ടുള്ളത് മഗ്ഗർക്കാണ്. ഫാഫ് ഇഞ്ചേർഡ് ആണ്. ഫാഫ് ഫുള്ളി ഫിറ്റ് ആയിട്ടില്ല. ഫാഫ് ഫുള്ളി ഫിറ്റ് ആവുകയാണെങ്കിൽ മഗ്ഗർക്കിനായിരിക്കും റീപ്ലേസ് ചെയ്യുക. ബാക്കിയുള്ളവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അഭിഷേക് പൗരലായാലും KL രാഹുൽ ആയാലും സ്റ്റബ്സ് ആയാലും. കരുൺ നായർ കഴിഞ്ഞ മത്സരത്തിൽ റൺഔട്ടായി. അതിന് മുമ്പത്തെ മത്സരത്തിൽ ബ്രില്യൻ്റായിട്ട് കളിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പിന്നെ അശുതോഷ് ശർമ്മ ഒരു LSGക്കെതിരെ മത്സരം അവർക്ക് തിരിച്ചു കൊണ്ടുവന്നു. വിപ്രസ് നിഗം ഒരു സ്റ്റാൻഡ് ഔട്ട് പ്ലെയർ ആണ്. ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അക്ഷർ പട്ടേൽ തൻ്റെ ആ ഒരു മികച്ച രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് ബോൾ ചെയ്തു. കഴിഞ്ഞ മത്സരത്തിലാണ് ഈ സീസണിൽ അക്ഷറിന് ആദ്യ വിക്കറ്റ് കിട്ടുന്നത്. ബാറ്റ് കൊണ്ട് നന്നായിട്ട് കളിച്ചു. നല്ലൊരു ക്വിക്ക് കമിയോ റോൾ ആയിരുന്നു. പിന്നെ കുൽദീപ് യാദവ് എക്സലന്റ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. അതായത് ഇക്കോണമി ആയാലും വിക്കറ്റ് ടേക്കിംഗ് ആയാലും കുൽദീപ് യാദവ് മുമ്പിലാണ്. അതുപോലെ അവരുടെ പേസ് ബോൾ സ്റ്റാർക്ക് തൻ്റെ ഒരു പ്രൈം ടച്ചിലാണ് സ്റ്റാർക്ക് ഇപ്പോൾ ബോൾ ചെയ്യുന്നത്. റിവേഴ്സിംഗ് ഒക്കെ അവസാന ഓവറുകൾ നന്നായിട്ട് കിട്ടുന്നുണ്ട്. യോർക്കേഴ്സ് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മുകേഷ് കുമാർ ആയാലും മോഹിത് ശർമ്മ ആയാലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈഡ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെറ്റാണ്. ഞാൻ പറഞ്ഞ മഗ്ഗർക്കിൻ്റെ ഒരു ഇഷ്യൂ. പിന്നെ അക്ഷർ പട്ടേൽ തൻ്റെ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട്. അപ്പം മഗ്ഗർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞൊരു വീക്ക് ലിങ്ക് ആയിട്ടുള്ളത്. ബാക്കി ഒരു ഫുൾ ഫ്ലോയിങ് ടീം തന്നെയാണ്. അപ്പോൾ അവർക്കും ആശങ്കപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കളിച്ച 2 മത്സരങ്ങളും DC ആണ് ജയിച്ചത്. GTക്കെതിരെ 2 മത്സരങ്ങളും DC ജയിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ തങ്ങളുടെ ഹോമിലെ ആദ്യ വിജയം നേടാനായിട്ടാണ് GT ഇന്ന് ശ്രമിക്കുന്നത്. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നാൽ ഇവിടെ നടന്ന 3 മത്സരങ്ങളിൽ 2 എണ്ണം റെഡ് സോയിൽ പിച്ചിലും 1 എണ്ണം ബ്ലാക്ക് സോയിൽ പിച്ചിലുമാണ് നടന്നത്. ആ റെഡ് സോയിൽ പിച്ചിൽ നടന്ന 2 മത്സരങ്ങളിലും 200+ സ്കോർ വന്നു. ബ്ലാക്ക് സോയിൽ പിച്ചിലാണെങ്കിൽ ഒരു 190+ സ്കോറാണ് വന്നത്.
ബ്ലാക്ക് സോയിൽ പിച്ച് ആകുമ്പോൾ കുറച്ചുകൂടി ബോളേഴ്സിനെ ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ രണ്ട് ടീമുകളുടെയും ബോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോളിംഗ് ആണ്. നമ്മളെ സ്പിൻ ഓപ്ഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ DC-യുടെ സൈഡിൽ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, വിപ്രസ് നിഗം. GT-യുടെ സൈഡിൽ സായ് കിഷോർ, റഷീദ് ഖാൻ, നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടെങ്കിൽ സുന്ദർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്പിന്നിൽ കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് ഇവർക്കൊരു, അതായത് DC-ക്ക് ഒരു മേൽക്കൈ കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് തന്നെ ഉണ്ടാവുമോ, സ്പിന്നെ തുടച്ചു കഴിഞ്ഞാൽ അത് DC കൂടുതലായി മുതലെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചിന്ത GT മാനേജ്മെന്റിന് വരുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ റെഡ് സോയിൽ പിച്ച് തന്നെ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ പിച്ച് ആയിരിക്കും. എന്തായാലും ഒരു നല്ലൊരു കോൺടെസ്റ്റ് കാണാൻ പറ്റും ഏത് പിച്ചായാലും, കാരണം ബോളിംഗ് സ്ട്രോങ് ആണ് രണ്ട് ടീമിൻ്റെയും. അപ്പോൾ നമുക്ക് നല്ലൊരു മാച്ച് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെഡ് സോയിൽ പിച്ച് ആണെങ്കിൽ ഒരു 200+ സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് സോയിൽ പിച്ച് ആണെങ്കിൽ ബോളേഴ്സിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. ഇനി പ്രെഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിച്ച് അനുസരിച്ചായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ടീം വരുന്നത്. അതായത് കുൽവന്ത് ഖെജ്രോളി ആയിരിക്കുമോ വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കുമോ കളിക്കുക എന്ന് തീരുമാനിക്കുന്നത് പിച്ച് അനുസരിച്ചായിരിക്കും. ഒരു ബ്ലാക്ക് സോയിൽ പിച്ച് ആണെങ്കിൽ സുന്ദർ കളിക്കാനാണ് സാധ്യത, റെഡ് സോയിൽ ആണെങ്കിൽ ഖെജ്രോളി ആവാനാണ് സാധ്യത. പിന്നെ കഗിസോറാബാദ് തിരിച്ച് ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതിന്റെ കാര്യം അറിയില്ല. ഇനി ഡൽഹി ക്യാപിറ്റൽസിന്റെ സൈഡിലേക്ക് വന്നാൽ ഫാഫ് വിറ്റായി കഴിഞ്ഞാൽ മഗർഗിനെ റീപ്ലേസ് ചെയ്യും. അതുപോലെ കുൽദീപ് യാദവിന് കഴിഞ്ഞ മത്സരത്തിൽ ഷോൾഡറിന് ചെറിയൊരു ഇഞ്ചുറി സ്കെയർ ഉണ്ട്, പക്ഷേ അത് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അക്ഷർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വേറെ ചേഞ്ചസ് ഒന്നും കാണില്ല. നടരാജൻ ഫുള്ളി ഫിറ്റ് ആയെന്ന് അറിയില്ല, അപ്പം ഫുള്ളി ഫിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ചേഞ്ചിനെ പ്രതീക്ഷിക്കാം, അല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും അവിടെയും കാണാൻ സാധ്യതയില്ല. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ എടുത്തല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ രണ്ട് ടീമിലും സ്പിൻ അത്യാവശ്യം നല്ല സ്പിൻ ബോളേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു സൈഡിൽ കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വിപ്രസ് നിഗം, അടുത്ത സൈഡിൽ സായ് കിഷോർ, റഷീദ് ഖാൻ, പിന്നെ സുന്ദർ ഉണ്ടെങ്കിൽ സുന്ദർ. ഇവരുടെ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് സായ് കിഷോറിന് കഴിഞ്ഞ മത്സരത്തിൽ നല്ല അടി കിട്ടി. അപ്പം ഇതേവരെ നല്ല രീതിയിൽ ബോൾ ചെയ്ത് വന്ന പ്ലെയർ ആണ് സായ് കിഷോർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നിക്കോളാസ് പുറൻ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയായിരിക്കും തിരിച്ചു വരിക? സായ് കിഷോർ എങ്ങനെയായിരിക്കും തിരികെ തന്റെ പ്രൈം ഫോമിലേക്ക് തിരികെ എത്തുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എത്തും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒരു നിക്കോളാസ് പുറനെതിരെ വൺ ഓഫ് ഇതാവാനാണ് സാധ്യത. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഈ മത്സരത്തിൽ വരിക? അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റ് മത്സരത്തിന്റെ ഫലം തന്നെ നിർണ്ണയിക്കാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ഗുജറാത്ത് ടൈറ്റൻസോ അതോ ഡൽഹി ക്യാപിറ്റൽസോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.